ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു ഹറാമാക്കിയതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ദംബ് എന്ന് പറയുക, അല്ലെങ്കിൽ പാപം എന്ന് പറയുക. പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വിഷയമാണ് ഇന്നല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം. നിശ്ചയ മുഅ്മിനുകൾ അവർ കബായിറായ ഇസ്മുകളിൽ നിന്നും ഫവാഹിഷത്തുകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. എന്താണ് കബായിറായ വലിയ പാപങ്ങൾ? എന്താണ് ഫാഹിഷത്തുകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി ഹദീസുകളിലൂടെ നമുക്ക് വൻ പാപങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വിഖ്യാതമായ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് സബഉൽ മുബിഖാത്ത്, 7 പാപങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഏതാണ്? ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടിയാണ് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്. സൂറത്ത് നിസായിൽ 2 തവണയാണ് അല്ലാഹു ശിർക്കിനെ കുറിച്ച് ഗൗരവതരമായ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശിർക്കിനെ കുറിച്ച് ഏറ്റവും വിദൂരമായ തിരിച്ചു വരാൻ കഴിയാത്ത വഴികേട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വലിയ അക്രമവും ഏറ്റവും വലിയ ഇരുട്ടും ഏറ്റവും വലിയ തോന്നിവാസവും പാപവുമെല്ലാം ശിർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ ഒരുപാട് തവണ കേട്ട വാക്കാണ്. അല്ലാഹു പറയുന്നു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. നിശ്ചയം അല്ലാഹു അവനോട് അവനിൽ പങ്കു ചേർക്കുന്നത് പൊറുക്കുകയില്ല, മാപ്പാക്കുകയില്ല തന്നെ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത പാപങ്ങൾ അവൻ അവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹ്, ആർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവൻ വിദൂരമായ വഴികേടിലായിരിക്കുന്നു. അല്ലാഹുവിന്റെ വാക്കുകളാണ്. എന്താണ് ശിർക്ക്? അള്ളാഹുവിന് മാത്രം കൊടുക്കണമെന്ന് അവൻ അങ്ങേയറ്റം നിഷ്കർഷതയോടുകൂടി പറഞ്ഞ വിഷയമാണ് ശിർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഭാര്യ നമുക്ക് മാത്രം നൽകണമെന്ന് നമുക്ക് അങ്ങേയറ്റം നിഷ്കർഷതയുള്ള ചില സംഗതികളുണ്ട്. നമ്മുടെ ഭാര്യയുടെ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടോ എന്തെങ്കിലും ചില അമളികൾ കൊണ്ടോ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് വിചാരിക്കുക, നമ്മളത് സഹിക്കും. നമ്മുടെ ഭാര്യയെ കൊണ്ട് നമുക്ക് വലിയൊരു അഭിമാന പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക, നമ്മളത് സഹിക്കും. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ കൂടെ മാത്രം പങ്കിടേണ്ട കിടപ്പറ അവൾ മറ്റൊരാളുടെ കൂടെ പങ്കിടുന്നത് കണ്ടാൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും പരിശുദ്ധ ഖുർആനിന്റെ പല വചനങ്ങളിലൂടെ നമുക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ, എനിക്ക് മാത്രം നൽകേണ്ടത് എന്ന് അല്ലാഹു വളരെ ഗൗരവതരമായ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ച വിഷയം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കുകയില്ല, മാപ്പാക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അതിനെയാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയ 7 വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ശിർക്കാണ്. രണ്ടാമത്